നമസ്കാരം. ടാൻഡം ബി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഭാഗത്തുള്ള ക്ലാസ്സുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ പല ആളുകളും ഇപ്പോൾ സംശയത്തിലാണ്. പ്രിലിംസിന്റെ ഫസ്റ്റ് സ്റ്റേജ് എഴുതി നല്ല രീതിയിലൊന്നും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. നല്ല ടഫ് എക്സാം ആയിരുന്നു, നമുക്കറിയാം. ഇനി സെക്കൻഡ് സ്റ്റേജ് വരാനിരിക്കുന്നുണ്ട്, അത് എങ്ങനെയാകുമെന്ന് അറിയില്ല. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ എഴുതിയവർക്കും സെക്കൻഡ് സ്റ്റേജിൽ എഴുതാൻ നിൽക്കുന്നവർക്കും മിക്ക ആളുകൾക്കും സംശയമാണ് മെയിൻസിൽ പഠിച്ചു തുടങ്ങണോ എന്നത്. നമുക്കറിയാം, പരീക്ഷ അത്യാവശ്യം ടഫ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഒരുപോലെ പരീക്ഷ ടഫായിരിക്കും എന്നതുകൊണ്ട് പരീക്ഷ ഒരു 45 മാർക്കിന്റെ ഒക്കെ മുകളിൽ സ്കോർ ചെയ്യാൻ കഴിയും എന്ന് ഉറപ്പുള്ള ആളുകൾ ഫസ്റ്റ് സ്റ്റേജിൽ ഒരു 45 ആൻഡ് എബോവ് ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു പക്ഷെ അതിന്റെ താഴേക്ക് പോയിക്കൂടാ എന്നില്ല. ഒരു 45 ആൻഡ് എബോവ് പ്രതീക്ഷിക്കുന്ന ആളുകൾക്കൊക്കെ ഈ പരീക്ഷയ്ക്ക് മെയിൻസിന് തയ്യാറായി തുടങ്ങാം. മെയിൻസിന്റെ പ്രിലിംസിന്റെ ലിസ്റ്റ് വന്ന് റിസൾട്ട് വന്ന് മെയിൻസിലേക്ക് തയ്യാറെടുക്കാൻ വളരെ കുറഞ്ഞ സമയം കിട്ടുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ലിസ്റ്റ് വരട്ടെ എന്നിട്ട് തയ്യാറെടുക്കാം എന്ന് വിചാരിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആ ഒരു ഇത് സ്കോർ ചെയ്യാൻ പറ്റില്ല. ആ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു തീർക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഒരു 45 ആൻഡ് എബോവ് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും ഫസ്റ്റ് സ്റ്റേജിൽ എന്നുള്ളവർക്ക്. അപ്പൊ ഇനി എക്സാം എഴുതാത്ത ആളുകൾക്കും ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം നിങ്ങളുടെ ഒരു ധാരണ വെച്ചിട്ട് ഒരു 45 ആൻഡ് എബോവ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് അതെങ്കിൽ സെക്കൻഡ് സ്റ്റേജും ഏകദേശം ആ ഒരു ലെവലിലായിരിക്കും എക്സാം വരിക. അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾക്ക് ഇപ്പോൾ മെയിൻസിന് വേണ്ടി തയ്യാറായിട്ട് തുടങ്ങാം. അപ്പോൾ മെയിൻസ് തയ്യാറാകുമ്പോൾ നമുക്കറിയാം മെയിൻസ് 2 പേപ്പറാണ് ഉള്ളത്, പേപ്പർ 1ഉം പേപ്പർ 2. അപ്പൊ എങ്ങനെ തയ്യാറാവണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേപ്പർ 2ന് ഒന്ന് ഏതായിരുന്നാലും എല്ലാ പരീക്ഷകൾക്കും വരുന്ന സിലബസ് തന്നെയാണ്. പ്രത്യേകിച്ച് നിങ്ങൾ പ്രിലിംസിന് വേണ്ടി നന്നായി പഠിച്ചിട്ടുള്ള ഭാഗമായിരിക്കും. ആ ഭാഗം ഒന്ന് റിവൈസ് ചെയ്യാം. അതോടൊപ്പം പേപ്പർ 2വിൽ തന്നെ നമുക്കറിയാം ഒരു അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട മൊഡ്യൂൾ ഒഴിച്ചാൽ ബാക്കിയൊക്കെ എല്ലാ പരീക്ഷയ്ക്കും വരുന്ന പല തരത്തിലും പല പേരിലുമായിട്ട് വരുന്ന ടോപ്പിക്കൊക്കെ തന്നെയാണ്. ഇ ഗവേണൻസ് ആണെങ്കിലും അതേപോലെ പറയുന്ന കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ, കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങൾ, അതോടൊപ്പം മറ്റുള്ള കേരള മോഡൽ ഡെവലപ്മെന്റ് ഒക്കെ നമ്മൾ എല്ലാ പരീക്ഷയിലും ആ ഭാഗത്ത് ചോദ്യങ്ങൾ കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗം പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒരിക്കലും നഷ്ടമാവില്ല. പിന്നെ ആകെ ഒരു സംശയമുള്ളത് ഈ അഡ്മിനിസ്ട്രേഷൻ മാത്രമാണ് കാര്യമായിട്ട് എല്ലാ എക്സാമിനും വരാത്ത ഒരു സിലബസ് ആയിട്ട് അതിലുള്ളത്. അപ്പൊ നിങ്ങൾക്ക് സംശയമുള്ള ആളുകളാണെങ്കിൽ ആ ഒരു അഡ്മിനിസ്ട്രേഷൻ എന്ന ഭാഗം അവസാനത്തേക്ക് മാറ്റി വെച്ചുകൊണ്ട് ബാക്കിയുള്ള ടോപ്പിക് ഭാഗങ്ങളൊക്കെ ഇപ്പൊ പഠിച്ചു തുടങ്ങും. അപ്പൊ നമ്മളിപ്പോ ഇ ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇ ഗവേണൻസിലെ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റവും ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റവും. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ക്ലാസ് കഴിയുന്നതോടുകൂടി ഈ ഭാഗത്തു നിന്ന് വരുന്ന എത്ര ലെവലുള്ള ചോദ്യമാണെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇത് ഒരൊറ്റ ക്ലാസ് കൊണ്ട് തീരുന്നതല്ല. ഇപ്പൊ നമ്മൾ അതിന്റെ ബേസിക് ആയിട്ടുള്ള എന്താണ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, എന്താണ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെ സാഹചര്യത്തിലാണ് ഈ സിസ്റ്റം രണ്ടും ഉപയോഗിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. പിന്നെ അതിന്റെ കമ്പോണൻസ് ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. ഒരുപാട് എക്സാമ്പിളുകളും ആ എക്സാമ്പിളുകളൊക്കെ എങ്ങനെ പ്രവർത്തിക്കുന്നത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അതൊക്കെ നമുക്ക് വിശദമായിട്ട് വരും ക്ലാസ്സുകളിൽ പഠിക്കാം. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, എന്താണ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം, എവിടെയാണ് ഇതിന്റെ ഉപയോഗം എന്നുള്ള കാര്യമാണ്. അപ്പൊ അതിൽ ആദ്യമായിട്ട് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് നമുക്കറിയാം LSTS എക്സാമിന് മെയിൻസ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു. കുറച്ച് റേഞ്ച് കൂടിയ ഈ ഭാഗത്ത് ചോദിക്കാൻ പറ്റുന്ന കുറച്ച് റേഞ്ച് കൂടിയ ചോദ്യമാണ്. പക്ഷെ നമുക്കറിയാം നമ്മുടെ ഒരു LSTSന്റെ കോഴ്സ് ഫോളോ ചെയ്ത ആളുകൾക്ക് ഈ ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിട്ടുണ്ട്. കാരണം അവസാന ഭാഗത്താണ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത്. ടഫ് എക്സാം ആയതുകൊണ്ട് തന്നെ പലരും അവസാനത്തേക്ക് എത്തുന്നതിന് മുമ്പേ സമയം കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഈ ക്വസ്റ്റ്യൻ കണ്ട ഏതൊരാൾക്കും നമ്മുടെ ക്ലാസ് കൃത്യമായിട്ട് ഫോളോ ചെയ്ത ആളാണെങ്കിൽ ഇത് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകും. കാരണം കൃത്യമായിട്ട് എങ്ങനെ ഈ 2 സിസ്റ്റം ഉപയോഗിക്കുന്നത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ എക്സാമിന് മുമ്പ് തന്നെ, അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. ദ ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റം ദാറ്റ് വുഡ് ഹെൽപ്പ് ഇൻ ആൻസറിംഗ് ദ ക്വസ്റ്റ്യൻ വാട്ട് വുഡ് ദ ഇമ്പാക്ട് ഓൺ റൈസ് പ്രൊഡക്ഷൻ ഇൻ ദ സ്റ്റേറ്റ് ഇഫ് ദ ആവറേജ് റെയിൻഫാൾ ഡ്യൂറിംഗ് ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ റെഡ്യൂസ്ഡ് ബൈ 20% ദിസ് ഇയർ പ്ലീസ്. അതായത് ഒന്നുമില്ല, ഈ ക്വസ്റ്റ്യനിൽ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് സൗത്ത് വെസ്റ്റ് മൺസൂണ് ഈ വർഷം ഒരു 20% കുറയുകയാണെങ്കിൽ, ഈ സൗത്ത് വെസ്റ്റ് മൺസൂണിലുള്ള റെയിൻഫാള് ഒരു 20% കുറയുകയാണെങ്കിൽ നമ്മുടെ റൈസ് പ്രൊഡക്ഷനെ അത് എങ്ങനെ ബാധിക്കും എന്നുള്ള ഒരു വിഷയത്തിൽ തീരുമാനമെടുക്കാൻ സഹായിക്കുന്ന ഇൻഫർമേഷൻ സിസ്റ്റം ഏത് എന്നാണ് ചോദ്യം. അപ്പൊ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് കണ്ടാൽ തന്നെ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എഴുതിയ ആളുകൾ ഉണ്ടാകും. അങ്ങനെ എഴുതിയ ആളുകൾക്ക് ഇതിൽ
മാർക്ക് പോയിട്ടുണ്ടാകും. അപ്പോൾ എന്താണ് ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ നമ്മൾ ആലോചിക്കുന്നതിന് മുമ്പ്, പറയുന്നതിന് മുമ്പ്, എന്താണ് ഈ സിസ്റ്റം, മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്താണ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അങ്ങനെ ആവുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് എങ്ങനെ ആൻസർ കിട്ടി എന്നുള്ളത് മനസ്സിലാവും. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഇതിലേക്ക് പോവാം. അപ്പൊ എന്താണ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. MIS എന്ന് ഷോർട്ട് ആയിട്ട് പറയും. ഒന്നുമില്ല, സ്ട്രക്ചേർഡ് സിസ്റ്റം ദാറ്റ് കളക്ട്സ്, പ്രോസസ്, സ്റ്റോർസ് ആൻഡ് ഡിസമിനേറ്റ്സ് ഇൻഫർമേഷൻ ടു ഹെൽപ്പ് അതോറിറ്റീസ് ടു മേക്ക് ഡിസിഷൻ. അതായത് ഈ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതൊരു സ്ട്രക്ചേർഡ് പ്രോസസ് ആണ്. നിങ്ങൾ ആദ്യം ഡെഫിനിഷൻ പറയാൻ, എക്സാമ്പിൾ പറയാൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകും. ഈ ഒരു ഡെഫിനിഷൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകില്ല എന്ന് എനിക്ക് അറിയാം. കാരണം ഇത് ഉപയോഗിച്ച് ശീലമുള്ള ആളുകൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാകില്ലാത്തവർക്ക് ഇത് പറയുന്ന ഈ ഒരു ഡെഫിനിഷൻ കൊണ്ട് മനസ്സിലാവില്ല. നമുക്ക് എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ഞാൻ ഡെഫിനിഷൻ പറയാം. ഇതൊരു സ്ട്രക്ചേർഡ് സിസ്റ്റമാണ്. ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് സ്ട്രക്ചേർഡ് സിസ്റ്റം എന്നുള്ളത് കേട്ടോ. സ്ട്രക്ചേർഡ് സിസ്റ്റം എന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അപ്പൊ സ്ട്രക്ചേർഡ് സിസ്റ്റം ആണ് ദാറ്റ് കളക്ട്സ്, പ്രോസസ്, സ്റ്റോർസ് ആൻഡ് ഡിസമിനേറ്റ്സ് ഇൻഫർമേഷൻ ടു ഹെൽപ്പ് അതോറിറ്റീസ് ടു മേക്ക് ഡിസിഷൻ. അപ്പൊ ഈ അതോറിറ്റികളെ തീരുമാനമെടുക്കാൻ സഹായിക്കുന്ന ഒരു സിസ്റ്റം തന്നെയാണ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. അപ്പോൾ തീരുമാനമെടുക്കാൻ സഹായിക്കുന്ന ഒരു ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം മാത്രമാണെന്ന് വിചാരിക്കരുത്. മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റവും ഒരു അതോറിറ്റിയെ, നമ്മുടെ ഈ കാര്യത്തിൽ പറഞ്ഞാൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഏജൻസിയെ ഒരു തീരുമാനമെടുക്കാൻ സഹായിക്കുന്ന ഒരു ഈ ഗവേണൻസിന്റെ ഒരു സിസ്റ്റം തന്നെയാണ് ഏത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. അവിടെ പക്ഷേ അതൊരു സ്ട്രക്ചേർഡ് രീതിയായിരിക്കും. അതായത് ഇവിടെ എന്താണ്, ഇറ്റ് എസെൻഷ്യലി ടേക്സ് റോ ഡാറ്റ ആൻഡ് ട്രാൻസ്ഫോംസ് ഇൻ ടു വാല്യുബിൾ ഇൻഫർമേഷൻ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ഇംപ്രൂവ് ഓപ്പറേഷണൽ എഫിഷ്യൻസി, അലൈൻ ഓപ്പറേഷൻസ് ആൻഡ് എൻഹാൻസ് പെർഫോമൻസ്. അതായത് ഇവിടെ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഇവിടെ ഡാറ്റ, കൃത്യമായിട്ടുള്ള ഡാറ്റ എടുക്കുകയും ഈ ഡാറ്റയെ വാല്യുബിൾ ഇൻഫർമേഷൻ ആക്കി മാറ്റുകയും ചെയ്യുന്നു. അതിനുശേഷമാണ് അവിടെ തീരുമാനം എടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എക്സാമ്പിൾ പറയുമ്പോൾ കൂടുതൽ വ്യക്തമാകും. ജസ്റ്റ് അതിന്റെ സ്റ്റെപ്പ് ഒന്ന് ഞാൻ ആദ്യം പറഞ്ഞു എന്നുള്ളൂ. ഡാറ്റ കളക്ഷൻ ആണ് ഇതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ്. അതായത് വേരിയസ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സോഴ്സിലൂടെ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യും. പിന്നെ എന്ത് ചെയ്യും, അടുത്തത് അതിന്റെ പേരിൽ ഡാറ്റ പ്രോസസ്സ് ചെയ്യലാണ് അടുത്ത ഘട്ടം. ഡാറ്റ പ്രോസസ്സിംഗ് ആണ്. അതായത് നമ്മൾ കളക്ട് ചെയ്തത് ഡാറ്റയാണ്. ഈ ഡാറ്റ കൃത്യമായിട്ട് വെരിഫൈ ചെയ്തുകൊണ്ട് അതിനെ ഒരു വാല്യുബിൾ ഇൻഫർമേഷൻ ആക്കി മാറ്റുന്ന പ്രോസസ്സാണ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ നടക്കുന്നത്. ആദ്യത്തെ സ്റ്റെപ്പിൽ ഡാറ്റ കളക്ഷൻ നടക്കുന്നു. ഈ കളക്ട് ചെയ്ത ഡാറ്റയെ ഒരു വാല്യുബിൾ ഇൻഫർമേഷൻ ആക്കി മാറ്റുന്ന, അല്ലെങ്കിൽ അതിനെ പ്രോസസ്സ് ചെയ്തുകൊണ്ട് വെരിഫൈ ചെയ്തുകൊണ്ട് ഒരു വാല്യുബിൾ ഇൻഫർമേഷൻ ആക്കി മാറ്റുന്ന ഘട്ടമാണ് രണ്ടാമത്തെ ഘട്ടം. അങ്ങനെ ആ ഇൻഫർമേഷൻ ആക്കി മാറ്റിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ ഘട്ടത്തിൽ ആ ഇൻഫർമേഷൻ ബേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും, ഒരു തീരുമാനത്തിലേക്ക് നമ്മുടെ അതോറിറ്റി എത്തും എന്നുള്ളതാണ് മൂന്നാമത്തെ ഘട്ടത്തിൽ പറയുന്നത്. അപ്പൊ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിന് 3 ഘട്ടങ്ങൾ. ആദ്യത്തെ ഘട്ടം ഡാറ്റ കളക്ട് ചെയ്യുന്നു. കളക്ട് ചെയ്ത ഡാറ്റ രണ്ടാമത്തെ ഘട്ടത്തിൽ അത് വെരിഫിക്കേഷൻ, ഫർദർ ചെക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് വെരിഫൈ ചെയ്തിട്ട് അതൊരു വാല്യുബിൾ ഇൻഫർമേഷൻ ആക്കി മാറ്റുന്നു. ഈ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു, തീരുമാനമെടുക്കുന്നു. അപ്പൊ ഇവിടെ ഡിസിഷൻ മേക്കിംഗ് ഇവിടെ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ പറഞ്ഞ പോലെ കൃത്യമായിട്ടുള്ള ഡാറ്റ അവിടെ ഉണ്ട് അല്ലെ. കൃത്യമായിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്തു, ആ ഡാറ്റയെ ഇൻഫർമേഷൻ ആക്കി മാറ്റി, ആ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ തീരുമാനമെടുക്കുന്നത്. അതൊരു ഉദാഹരണമാണ് ലൈഫ് മിഷൻ, അതേപോലെ വാട്ടർ അതോറിറ്റിയുടെ അബാക്കസ്. അപ്പൊ നമ്മൾ ലൈഫ് മിഷന്റെ പ്രവർത്തനം എങ്ങനെയാന്ന് നോക്കാം. ലൈഫ് മിഷൻ MISന്റെ പ്രവർത്തനം എങ്ങനെയാന്നുള്ളത് നോക്കാം. അത് നിങ്ങൾക്ക് പറയുമ്പോൾ അത് ഞാൻ വിശദീകരിച്ച് തരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് എക്സാമിന് തയ്യാറെടുക്കുന്നവർക്ക് ടാൻഡം PSC ഒരുക്കുന്ന മെയിൻസ് പ്ലസ് ഇൻ്റർവ്യൂ ബാച്ച് ജൂൺ 16 ആരംഭിക്കുകയാണ്. സ്പെഷ്യൽ ടോപ്പിക്ക് ജനറൽ നോളജ്, ജനറൽ സയൻസ്, മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി, കറണ്ട് അഫെയർസ് തുടങ്ങി പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യുന്ന രീതിയിലുള്ള മൊഡ്യൂളാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് 12 വർഷത്തെ പ്രവൃത്തി പരിചയത്തിലൂടെ സ്പെഷ്യൽ ടോപ്പിക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് അവതരിപ്പിച്ച് തരുന്ന രീതിയിൽ LSCS എക്സാമിനൊക്കെ ടാൻഡം PSCയുടെ ക്ലാസ് ഫോളോ ചെയ്ത ആളുകൾക്കറിയാം. സ്പെഷ്യൽ ടോപ്പിക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉദ്യോഗാർത്ഥികളെ സഹായിക്കുന്ന ഒരു ബാച്ചാണ് ടാൻഡം PSC ഒരുക്കുന്നത്. താല്പര്യമുള്ള ആളുകൾ ഇന്ന് തന്നെ ഇതിൽ കൊടുത്തിരിക്കുന്ന 7034327690 9544166690 എന്നീ നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യുക. വെറും 1499 രൂപ മാത്രമാണ് ഈ ഒരു മെയിൻസ് പ്ലസ് ഇൻ്റർവ്യൂ ബാച്ചിന് നമ്മൾ ഫീസായിട്ട് ഈടാക്കുന്നത്. ജൂൺ 7 വരെ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് ബക്രീദ് ഓഫറായിട്ട് 10% കിഴിവുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക.
അപ്പൊ ലൈഫ് മിഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്, ഡാറ്റ കളക്ഷൻ ആണ് അല്ലെ. അപ്പൊ ഈ ഡാറ്റ കളക്ട് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു പിന്നെ എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ സോഴ്സസിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ലൈഫ് മിഷന്റെ കേസിൽ അവിടെ ഡാറ്റ കളക്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ലൈഫ് മിഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കേരള സർക്കാരിന്റെ ഒരു പിന്നെ പാർപ്പിട പദ്ധതിയാണ്, പാവപ്പെട്ട ആളുകൾക്ക് വീട് നൽകാനുള്ള പദ്ധതിയാണ്. അപ്പൊ ഇതിന് ഒന്നാം ഘട്ടത്തിൽ നമ്മൾ ചെയ്തത്, സർക്കാർ ചെയ്തത് ഒരു പിന്നെ നോട്ടിഫിക്കേഷൻ ഔട്ട് ചെയ്തു. അതായത് ഇങ്ങനെ ലൈഫിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നുണ്ട്, ഇതിന്റെ ക്രൈറ്റീരിയ എന്നതൊക്കെയാണ്, ഇന്ന സാഹചര്യങ്ങളിലുള്ളവർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാം, പിന്നെ കണ്ടീഷൻസ് മീറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യാം എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ കൊടുത്തു, ഒരു വെബ്സൈറ്റും കൊടുത്തു. ഈ MISന്റെ യൂസർ ഇന്റർഫേസ് ആയിട്ടുള്ള വെബ്സൈറ്റ് കൊടുക്കുന്നു. അങ്ങനെ ആളുകൾക്ക് എനിക്ക് വീട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ പറയുന്ന സർക്കാർ പറയുന്ന മാനദണ്ഡങ്ങളൊക്കെ പാലിക്കുന്നുണ്ട്. അതായത് അവരുടെ ഭൂമിയുടെ അളവ് പറയുന്നുണ്ട്, വരുമാനത്തിന്റെ രീതി പറയുന്നുണ്ട്, അതേപോലെ റേഷൻ കാർഡ് വേണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഈ സർക്കാർ സൈറ്റ് വഴി MIS സൈറ്റ് വഴി നമുക്ക് അപ്ലിക്കേഷൻ കൊടുക്കാം. അതാണ് ഇതിന്റെ ഒന്നാമത്തെ ഘട്ടം, ഡാറ്റ കളക്ഷൻ ഒന്നാമത്തെ ഘട്ടം. അങ്ങനെ ആളുകൾ എന്ത് ചെയ്യും, അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ പോയിട്ട് വല്ല സ്വന്തമായിട്ട് ലാപ്ടോപ്പ് ഉപയോഗിച്ചിട്ടൊക്കെ മൊബൈൽ ഉപയോഗിച്ചിട്ടൊക്കെ ഇതിനു വേണ്ടിയുള്ള ഒരു ആപ്ലിക്കേഷൻ ആദ്യമായിട്ട് അവർ കൊടുക്കും. അപ്പൊ ഈ കൊടുത്ത ആപ്ലിക്കേഷൻ എന്താണ്, അതൊരു ഡാറ്റയാണ് അല്ലെ. ഈ ഡാറ്റ വെരിഫൈഡ് അല്ല. ഞാനിപ്പോ എനിക്ക് വീട് കിട്ടാൻ വേണ്ടി തെറ്റായിട്ടുള്ള ഡാറ്റകളൊക്കെ കൊടുത്തിട്ടുണ്ടാകാം. എനിക്ക് പിന്നെ എന്താ പറയാ, എനിക്കൊരു പക്ഷെ നിലവിൽ താമസിക്കാൻ യോഗ്യമായ വീട് ഉണ്ടാകും, പക്ഷെ അത് മറച്ചു വെച്ചുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഞാൻ ഡാറ്റ കൊടുത്തിട്ടുണ്ടാവും, ഇതിൽ ഡാറ്റ എൻട്രി ചെയ്തിട്ടുണ്ടാവുക. അതല്ലെങ്കിൽ ഈ പറയുന്ന എനിക്ക് പിന്നെ വരുമാനം ഉണ്ടാകും, സർക്കാർ ജോലി അല്ലെങ്കിൽ കൂടി എനിക്ക് വരുമാനം ഉണ്ടാകും, പക്ഷെ ആ വരുമാനം മറച്ചു വെച്ചുകൊണ്ടായിരിക്കും ഞാൻ ഇത് കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്ത് ഇതിനെ ഈ ഡാറ്റയെ ഒരു വാല്യബിൾ ഇൻഫർമേഷൻ ആക്കി മാറ്റുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഘട്ടം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു, ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചു. ഉദ്യോഗസ്ഥന്മാരെ ഒരു മൊബൈൽ ആപ്ലിക്കേഷനുമായിട്ട് ഫീൽഡിൽ പോവുകയും ഓരോ ഈ അപേക്ഷകരുടെയും അടുത്തേക്ക് ചെന്നുകൊണ്ട് ഈ പറയുന്ന ഇതിൽ കൊടുത്തിട്ടുള്ള ഡാറ്റ കൃത്യമാണോ എന്നുള്ളത് ഒരു സൈറ്റ് വിസിറ്റ് നടത്തി, സൈറ്റ് വെരിഫിക്കേഷൻ നടത്തിയിട്ടാണ് ഇതിനെ കൃത്യമാക്കുന്നത്. അങ്ങനെ അവർ വെബ്സൈറ്റിൽ കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്തു. ഇവർക്കുള്ള ക്ലേശ ഘടകങ്ങളുണ്ട്. ഇപ്പോൾ ഓരോരുത്തർക്കും ഇപ്പോൾ വീടില്ലാത്ത എല്ലാവർക്കും വീട് കൊടുക്കാൻ കഴിയില്ല, നമുക്കറിയാം. അപ്പൊ അതിന് മുൻഗണന നിശ്ചയിക്കണം. അപ്പൊ ഇതിന് ഈ പറഞ്ഞ മാനദണ്ഡങ്ങളൊക്കെ പാലിക്കുന്ന ആളുകളാണ് ഈ വീടിന് യോഗ്യരായിട്ടുള്ള ആളുകൾ. ആ യോഗ്യരായിട്ടുള്ള ആളുകളൊക്കെ ലിസ്റ്റിൽ വരും. ഈ ലിസ്റ്റിൽ വന്ന ആളുകളുടെ കൂട്ടത്തിൽ ആദ്യം ആർക്ക് കൊടുക്കും എന്നുള്ളത് ഒരു പ്രശ്നമാണല്ലോ. അപ്പൊ അതിന് എന്ത് ചെയ്യണം, അവർക്ക് ഒരു മുൻഗണന നിശ്ചയിക്കണം. ഈ മുൻഗണന നിശ്ചയിക്കാൻ വേണ്ടി എന്ത് ചെയ്യും, ഇവർക്ക് എന്തെങ്കിലും ക്ലേശ ഘടകങ്ങൾ ഉണ്ടെങ്കിൽ, ഇപ്പൊ ഉദാഹരണമായിട്ട് ഒരാൾ വിധവയാണ്. അപ്പൊ വിധവയാണെങ്കിൽ അവർക്ക് ഒരു 5 മാർക്ക് അധികം കിട്ടും. അല്ലെങ്കിൽ ആ വീട്ടിൽ ഒരു മാനസികമായിട്ട് അല്ലെങ്കിൽ ശാരീരികമായി വെല്ലുവിളി നേരിടുന്ന ഒരാളുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്ലേശ ഘടകങ്ങൾ ആ കുടുംബത്തിനുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് ഒക്കെ ഈ വെരിഫിക്കേഷൻ പോകുന്ന ഉദ്യോഗസ്ഥന് അതിൽ വെരിഫൈ ചെയ്തിട്ട് എൻ്റർ ചെയ്യും. അതോടുകൂടി ഡാറ്റ ഇൻഫർമേഷൻ ആയിട്ട് മാറി. ഇനി എന്ത് ചെയ്താൽ മതി, ഇതിനൊരു ബാക്കിൽ പ്രവർത്തിക്കുന്ന ബാക്കെൻഡിൽ പ്രവർത്തിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ വഴി, ഈ MISന്റെ ബാക്കെൻഡിൽ പ്രവർത്തിക്കുന്ന സോഫ്റ്റ്വെയർ വഴി ഇത് മാർക്ക് ചെയ്യും. ഓരോ അപേക്ഷകർക്കും ഈ ഉദ്യോഗസ്ഥർ പോയിട്ട് വെരിഫൈ ചെയ്ത ഡാറ്റ വെച്ചിട്ട് മാർക്ക് ഇടും. അങ്ങനെ മാർക്ക് ഇടുമ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ ആള് ലിസ്റ്റിൽ ആദ്യം വരും. ആ ഓർഡറിലാണ് വരിക. അപ്പൊ ഇതിൽ 3 ഘട്ടങ്ങൾ ഇപ്പൊ കഴിഞ്ഞു. ഒന്നാമത്തെ ഘട്ടം ഈ ആവശ്യക്കാർ അപേക്ഷ കൊടുത്തു, MIS സോഫ്റ്റ്വെയർ വഴി അപേക്ഷ കൊടുത്തു. ആ അപേക്ഷ സർക്കാർ ഉദ്യോഗസ്ഥർ സർക്കാർ നിയമിച്ചിട്ടുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ പോയിട്ട് അത് വെരിഫൈ ചെയ്തിട്ട് കൃത്യത വരുത്തിയിട്ട് വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്ത് ചിലപ്പോൾ ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. ചിലപ്പോൾ അവർ കൊടുത്ത ചില ഡാറ്റകൾ തെറ്റായിരിക്കാം. അതൊക്കെ കറക്റ്റ് ചെയ്തിട്ട് വാല്യബിൾ ഇൻഫർമേഷൻ ആക്കി മാറ്റിയ ഘട്ടമാണ് രണ്ടാമത്തെ ഘട്ടത്തിൽ നടന്നത്. ഇനി മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് പോകുമ്പോൾ അവിടെ എന്ത് ചെയ്തു, ഈ കൊടുത്തിട്ടുള്ള ഡാറ്റ ബേസ് ചെയ്തിട്ട് അവിടെ ഒരു മാർക്കിടൽ കർമ്മം നടക്കുകയാണല്ലോ. ഒരു മാർക്കിടൽ അവിടെയാണ് ഇതിന്റെ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ മെയിൻ ആയിട്ടുള്ള ജോലി എന്ന് പറയുന്നത്. അതായത് ഇവിടെ കൊടുത്ത ഇൻഫർമേഷൻ പ്രകാരം മാർക്ക് ഇട്ടു. അപ്പൊ അവിടെ മാർക്ക് ഇടുമ്പോൾ നമുക്കറിയാം കൃത്യമായിട്ടുള്ള ഡാറ്റ അവിടെ ഉണ്ട് അല്ലെ. ഒരു എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ ഒരു പ്രഡിക്ഷന്റെ അടിസ്ഥാനത്തിലൊന്നും അല്ല ഇവിടെ മാർക്ക് ഇട്ടിട്ടുള്ളത്. ഇത്ര ഇനിയും പ്രശ്നങ്ങൾ അവർക്കുണ്ട്, ഇനിയും യോഗ്യതകൾ അവർക്കുണ്ട്. ആ കൃത്യമായിട്ടുള്ള ഡാറ്റ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സിസ്റ്റം മാർക്ക് ഇട്ടിട്ടുള്ളത്. അങ്ങനെ മാർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് 3 കാര്യങ്ങൾ അവിടെ ഓർക്കണം. ഒന്ന്, ഇവിടെ കൃത്യമായിട്ടുള്ള ഡാറ്റ നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഡാറ്റ വെരിഫൈ ചെയ്തിട്ട് ഇൻഫർമേഷൻ ആക്കുന്നുണ്ട്. ആ ഇൻഫർമേഷന് കൃത്യമായ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഡിസിഷൻ എടുക്കുന്നത്.
അപ്പൊ ഇവിടെ ഒരു പ്രഡിക്ഷന്റെ ആവശ്യമില്ല. ഇവർക്ക് ഭാവിയിൽ മഴ പെയ്യുമ്പോൾ അല്ലെങ്കിൽ ഭാവിയിൽ കാലവർഷം സംഭവിക്കുമ്പോൾ അവർക്ക് അവരുടെ വീട് ഇടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് അവർക്ക് വീട് കൊടുക്കേണ്ടി വരും. അങ്ങനെ ഒരു പ്രഡിക്ഷൻ നടത്തിയിട്ടല്ല ഇവിടെ വീട് കൊടുക്കുന്നത്. പകരം അവർക്ക് ഇപ്പൊ നിലവിലുള്ള അവരുടെ ക്ലേശ ഘടകങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് അതൊക്കെ ഈ വെബ്സൈറ്റിൽ എൻ്റർ ചെയ്തുകൊണ്ട് കൃത്യമായ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ ഒരു ഡിസിഷൻ എടുക്കുന്നു. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ധാരണ കിട്ടിയിട്ടുണ്ടാകും എന്താണ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്നുള്ളത്, അതിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളതും എന്തിനാണ് ഏതൊരു തരത്തിലുള്ള ഡാറ്റക്കാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നും മനസ്സിലായിട്ടുണ്ടാകും. കാരണം നമുക്കറിയാം ഈ ഡാറ്റ കൃത്യമാണെങ്കിൽ തീരുമാനമെടുക്കേണ്ടത് കൃത്യമായ ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ്, വ്യക്തമായ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് തീരുമാനം എടുക്കേണ്ടതെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്താൽ മതി? മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഉപയോഗിച്ചാൽ മതി. അല്ലെ? ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി രണ്ടാമത്തെ ഒരു സിസ്റ്റമാണ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം. മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വേർഷൻ ആണ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം. In e-governance, a decision support system is a computerized program used to support determinations, judgments and courses of action in various government departments. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതിപ്പോ അതിന്റെ ഡെഫിനിഷൻ ആണ് ഞാൻ പറഞ്ഞത്. എ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം ഈസ് എ കമ്പ്യൂട്ടറൈസ്ഡ് പ്രോഗ്രാം. അതൊരു കമ്പ്യൂട്ടറൈസ്ഡ് പ്രോഗ്രാം ആണ് യൂസ്ഡ് ടു സപ്പോർട്ട് ഡിറ്റർമിനേഷൻസ്. തീരുമാനമെടുക്കാൻ സഹായിക്കുന്ന സിസ്റ്റം തന്നെയാണ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം. നമ്മൾ നേരത്തെ പറഞ്ഞു മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റവും തീരുമാനമെടുക്കാൻ തന്നെയാണ് സഹായിക്കുന്നത്. ഈ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റവും തീരുമാനമെടുക്കാൻ തന്നെയാണ് സഹായിക്കുന്നത്. അതേപോലെ ജഡ്ജ്മെന്റ്സ് ആൻഡ് വോയിസസ് ഓഫ് ആക്ഷൻ ഇൻ വേരിയസ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്. അതിനൊരു എക്സാമ്പിൾ പറയുന്നത് സഗർമ സോഫ്റ്റ്വെയർ ആണ്. സഗർമ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ് അതിന് ഏറ്റവും എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് സഗർമ സോഫ്റ്റ്വെയർ. അതായത് നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഈ പറയുന്ന ഭരണസമിതി യോഗങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ്, സോഫ്റ്റ്വെയർ സിസ്റ്റമാണ് സഗർമ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നിന്ന് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റത്തിനുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റത്തിൽ കൃത്യമായിട്ടുള്ള ഡാറ്റ അവൈലബിൾ ആയിരിക്കും. പലപ്പോഴും പ്രഡിക്ഷന്റെ അടിസ്ഥാനത്തിലായിരിക്കും തീരുമാനം എടുക്കേണ്ടി വരും. മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നമ്മൾ പറഞ്ഞു കൃത്യമായിട്ടുള്ള ഡാറ്റ ഉണ്ട്. ആ ഡാറ്റ പ്രകാരം മാർക്കിംഗ് നടത്തിയിട്ടാണ് നമ്മൾ ലൈഫ് മിഷനിൽ എന്ത് ചെയ്തത്? തീരുമാനം എടുത്തത്. അവിടെ ഒരു പ്രഡിക്ഷന്റെ ആവശ്യമില്ല, കൃത്യമായിട്ടുള്ള ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം എടുക്കുന്നത്. എന്നാൽ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റത്തിന്റെ കേസിൽ അവിടെ തീരുമാനം എടുക്കുന്നത് കൃത്യമായ ഡാറ്റയുടെ അടിസ്ഥാനത്തിലല്ല, പ്രഡിക്ഷന്റെ അടിസ്ഥാനത്തിലാണ്. ഒരു പഞ്ചായത്ത് ഭരണസമിതി അല്ലെങ്കിൽ ഒരു മുനിസിപ്പൽ ഭരണസമിതിയുടെ മീറ്റിംഗ് ആണെങ്കിൽ അവിടെ ഒരു വിഷയം ചർച്ചയ്ക്ക് വരുമ്പോൾ, ഇപ്പൊ നമ്മൾ റോഡ് നിർമ്മാണം ഉദാഹരണമായിട്ട് എടുക്കുക, ഒരു റോഡ് നിർമ്മാണം ചർച്ചയ്ക്ക് വരികയാണ്. അപ്പൊ റോഡ് നിർമ്മാണം ചർച്ചയ്ക്ക് വരുമ്പോൾ ഒരുപാട് അഭിപ്രായങ്ങൾ അവിടെ വരും. ഒരുപാട് ജനപ്രതിനിധികളുണ്ട്. അപ്പൊ അവർ പറയും അവിടെ ടാർ ചെയ്താൽ മതി എന്ന് പറയുന്ന അഭിപ്രായം ഉണ്ടാവും. ചില ആളുകൾ പറയും ടാറ് പോലെ കോൺക്രീറ്റ് വേണം. ചിലർ പറയും റോഡ് ഇന്റർലോക്ക് ചെയ്യേണ്ട റോഡാണ്. ആ രീതിയിൽ അഭിപ്രായങ്ങൾ വരും. അപ്പൊ ഇതിന് തീരുമാനമെടുക്കാൻ കൃത്യമായിട്ടുള്ള ഡാറ്റ നമ്മുടെ കയ്യിലില്ല. കാരണം റോഡ് ഉണ്ടാക്കാൻ പോകുന്നേ ഉള്ളൂ, നമ്മൾ റോഡ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ റോഡ് ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ കോൺക്രീറ്റ് ചെയ്യുന്നതാണോ നല്ലത്, ടാറിങ് ചെയ്യുന്നതാണോ നല്ലത്, അതല്ലെങ്കിൽ ഇന്റർലോക്ക് ചെയ്യുന്നതാണോ നല്ലത്, ഏതാണ് നല്ലത് എന്ന് തീരുമാനമെടുക്കാൻ വേണ്ട കൃത്യമായിട്ടുള്ള ഒരു ഡാറ്റ നമ്മുടെ കയ്യിലില്ല. പകരം അവിടെ എന്ത് ചെയ്യുന്നു? അവര് ആ കൂടിയിട്ടുള്ള അംഗങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു. അപ്പൊ അവര് ഡിസ്കസ് ചെയ്യുക എന്താ വെച്ചാൽ, നേരത്തെ ഇതുപോലെയുള്ള സമാനമായ റോഡുകൾ ഉണ്ടാക്കിയപ്പോൾ ഇന്ന സ്ഥലത്ത് ടാറ് ചെയ്തു, പക്ഷെ അവിടെ 2 വർഷം കൊണ്ട് അത് പൊളിഞ്ഞുപോയി. കാരണം അവിടെ വെള്ളക്കെട്ടൊക്കെ ഉണ്ടാകുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ടാറിങ് അവിടെ നല്ലതല്ല, അവിടെ കോൺക്രീറ്റ് ആണ് നല്ലത് എന്നുള്ള ഒരു അഭിപ്രായത്തിലേക്ക് വരും. അപ്പൊ ആയിരിക്കും അടുത്ത മെമ്പർ പറയാം കോൺക്രീറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവിടെ പൂപ്പലൊക്കെ വന്നിട്ട് അപകട സാധ്യത കൂടുതലാണ്, ഇന്ന സ്ഥലത്ത് കാരണം കുറച്ച് കയറ്റമുള്ള റോഡാണ്, അതുകൊണ്ട് തന്നെ ഇന്ന റോഡിൽ നമ്മൾ നേരത്തെ ഇന്ന സ്ഥലത്ത് റോഡ് ഉണ്ടാക്കിയ സമയത്ത് അവിടെ ഒരുപാട് അപകടങ്ങൾ നടന്നിട്ടുണ്ട്, അതുകൊണ്ട് കോൺക്രീറ്റും അവിടെ നല്ലതല്ല. അങ്ങനെ മൂന്നാമത്തെ തീരുമാനമായിട്ടുള്ള എന്തിലേക്ക് എത്തി? ഇന്റർലോക്ക് ചെയ്യുക. കാരണം അതിന്റെ കാരണം എന്തായിരിക്കും? ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് അത് വെള്ളക്കെട്ട് നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ ആയിരിക്കും. പെട്ടെന്ന് ടാറിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊളിഞ്ഞു പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളായിരിക്കും. കോൺക്രീറ്റ് ആകുമ്പോൾ മഴക്കാലത്ത് പൂപ്പലൊക്കെ വന്നിട്ട് അവിടെ വെഴുക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ കാര്യങ്ങൾ, അങ്ങനെ പല കാരണങ്ങൾ, ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ്, അങ്ങനെ പല കാരണങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് അവിടെ ഇന്റർലോക്ക് ചെയ്യുക എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുള്ളത് അല്ലെ. ആ രീതിയിൽ ഒരു തീരുമാനമെടുക്കാൻ കൃത്യമായിട്ടുള്ള ഒരു ഡാറ്റ ഇല്ല. ചില പ്രഡിക്ഷൻസിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ മുൻകാല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരു തീരുമാനം എടുക്കുന്നത് എങ്കിൽ അത്തരം തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഈ ഗവേണൻസിന്റെ സോഫ്റ്റ്വെയർ സിസ്റ്റത്തെ നമുക്ക് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയാം.
അപ്പോൾ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റവും ഡിജിറ്റൽ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി അത് നമ്മൾ ഒരു കമ്പാരിസൺ അവിടെ കൊടുത്തിട്ടുണ്ട്, MIS DSS തമ്മിലുള്ള കമ്പാരിസൺ. ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ എ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ആൻഡ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം ഈസ് ദ ടൈപ്പ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് ദേ സപ്പോർട്ട്. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്, ടൈപ്പ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് സിസ്റ്റം, എങ്ങനെയാണ് തീരുമാനം എടുക്കുന്നത് എന്നുള്ളിടത്താണ് ഇത് രണ്ടും വ്യത്യാസപ്പെട്ടിരിക്കുന്നത് അല്ലെ. മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ സ്റ്റെപ്പുകളൊക്കെ ഞാൻ പറഞ്ഞു, ആ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലാണ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ തീരുമാനമെടുക്കുന്നത്. എന്നാൽ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റത്തിൽ തീരുമാനമെടുക്കുന്നത് പ്രഡിക്ഷൻസിന്റെ അതേപോലെ മുൻകാല അനുഭവങ്ങളുടെ സമാനമായിട്ടുള്ള മുൻകാല സാഹചര്യങ്ങളിലുള്ള തീരുമാനങ്ങളുടെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കാറുള്ളത്. ഇനി MIS സപ്പോർട്ട്സ് സ്ട്രക്ചേർഡ് ഡിസിഷൻ മേക്കിംഗ് ഫോർ റൂട്ടിംഗ് ടാസ്ക് ലൈക്ക് ട്രാക്കിംഗ് എംപ്ലോയീസ് ഡാറ്റ, ജനറേറ്റിംഗ് റിപ്പോർട്ട്സ് ആൻഡ് പ്രൊജക്ട് പ്രോഗ്രസ്. MIS പ്രൊവൈഡ്സ് ഹിസ്റ്റോറിക്കൽ ഡാറ്റ ആൻഡ് കറന്റ് സ്റ്റാറ്റസ്. അപ്പൊ MISന്റെ പ്രത്യേകത എന്താണ്? അത് നമ്മൾ നേരത്തെ പറഞ്ഞു, സ്ട്രക്ചേർഡ് ഡിസിഷൻ മേക്കിംഗ് ആണ്. അതായത് പ്രൊഡിക്ഷൻ എന്നല്ല, സ്ട്രക്ചേർഡ് ഡിസിഷൻ മേക്കിംഗ് ആണ്. ദൈനംദിന പ്രവർത്തനങ്ങൾ ചെയ്യാനൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ, അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ ഡാറ്റ ട്രാക്ക് ചെയ്യാൻ, അവരുമായിട്ട് ബന്ധപ്പെട്ട തീരുമാനങ്ങളൊക്കെ, പ്രൊമോഷൻ കൊടുക്കാൻ വേണ്ടി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. സർക്കാർ സംവിധാനങ്ങളിൽ പ്രൊമോഷൻ കൊടുക്കൽ എന്ത് വെച്ചിട്ടല്ല, പ്രൊഡിക്ഷൻ നടത്തിയിട്ടല്ല അല്ലെ, കൃത്യമായിട്ട് സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ അവർ ടെസ്റ്റ് ഒക്കെ പാസ്സായിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ആ രീതിയിൽ അവർക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടോ ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് പ്രൊമോഷൻ കൊടുക്കുക. അപ്പൊ അവിടെ എന്ത് വേണ്ട, കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ അവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പൊ ഒരു ട്രാൻസ്ഫർ വെബ്സൈറ്റ് ആണെങ്കിൽ സർക്കാർ ജീവനക്കാരുടെ ട്രാൻസ്ഫറുമായിട്ടുള്ള അല്ല പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണെങ്കിൽ ആ സോഫ്റ്റ്വെയർ നമുക്ക് MIS ആണെന്ന് പറയാം. കാരണം അവിടെ എന്തേ ചെയ്യുന്നുള്ളൂ, കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഉണ്ട് ആ വെബ്സൈറ്റിൽ, ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവിടെ തീരുമാനം എടുക്കുന്നത്. അപ്പൊ അതൊരു സ്ട്രക്ചേർഡ് ആണ്, റൂട്ടിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് MIS ആണ്. എന്നാൽ DSSന്റെ കാര്യം നമ്മൾ പറഞ്ഞു, സപ്പോർട്ട് അൺസ്ട്രക്ചേർഡ് ഓർ സെമി സ്ട്രക്ചേർഡ് ഡിസിഷൻ മേക്കിംഗ് ഫോർ കോംപ്ലക്സ് ടാസ്ക്. കോംപ്ലക്സ് ടാസ്കിന് തീരുമാനം എടുക്കാനാണ് ഈ ഒരു സിസ്റ്റം ഉപയോഗിക്കുക. ഇവിടെ അൺസ്ട്രക്ചേർഡ് ഓർ സെമി സ്ട്രക്ചേർഡ് ഡിസിഷൻ മേക്കിംഗ് മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ സ്ട്രക്ചറൽ ഡാറ്റ ഇവിടെ അവൈലബിൾ ആയിരിക്കില്ല. ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റത്തിൽ എന്തായിരിക്കില്ല, ഒരു സ്ട്രക്ചേർഡ് ഡാറ്റ അവൈലബിൾ ആയിരിക്കില്ല. ഒന്നെങ്കിൽ അൺസ്ട്രക്ചേർഡ് അല്ലെങ്കിൽ സെമി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഡാറ്റ ആയിരിക്കും അവർക്ക് കിട്ടുക. ആ ഡാറ്റയുടെ അടിസ്ഥാനത്തിലായിരിക്കും അവിടെ തീരുമാനം എടുക്കുന്നുണ്ടാകും. ഇനി DSS പ്രൊവൈഡ്സ് ഫോർകാസ്റ്റ് അതേപോലെ പ്രൊഡിക്ഷൻസ് ബേസ്ഡ് ഓൺ ഡാറ്റ അനാലിസിസ്. അതായത് അവിടെ പ്രൊഡിക്ഷൻസ് ഒക്കെ നടത്തുന്നുണ്ട് ഈ പറയുന്ന ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റത്തിൽ എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. ഇനി ഒരു ടേബിൾ ആയിട്ട് ഞാനിവിടെ കൊടുത്തിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. ഒന്ന് സപ്പോർട്ട് സ്ട്രക്ചേഴ്സ് ഡിസിഷൻ മേക്കിംഗ് ഫോർ റൂട്ടിംഗ് ടാസ്ക്, പിന്നെ DSS ആണെങ്കിൽ സപ്പോർട്ട്സ് അൺസ്ട്രക്ചേർഡ് ഓർ സെമി സ്ട്രക്ചേർഡ് ഡിസിഷൻ മേക്കിംഗ് ഫോർ കോംപ്ലക്സ് ടാസ്ക്. ഇനി MIS പ്രൊവൈഡ്സ് ഹിസ്റ്റോറിക്കൽ ഡാറ്റ ആൻഡ് കറന്റ് സ്റ്റാറ്റസ്. MIS എപ്പോഴും എന്താ ചെയ്യുന്നത്, ഒരു ഹിസ്റ്റോറിക്കൽ ഡാറ്റ അല്ലെങ്കിൽ നിലവിലെ സ്ഥിതിയാണ് നമുക്ക് തരുന്നത് അല്ലെ. എന്നാൽ DSS അങ്ങനെയല്ല, DSS പ്രൊവൈഡ്സ് ഫോർകാസ്റ്റ് ആൻഡ് പ്രൊഡിക്ഷൻസ് ബേസ്ഡ് ഓൺ ഡാറ്റ അനാലിസിസ്. ഈ ഡാറ്റ അനലൈസ് ചെയ്തിട്ട് പ്രൊഡിക്ഷൻസ് ചെയ്യാനാണ് DSS ഉപയോഗിക്കുന്നത്. ഇവിടെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, ലൈഫ് മിഷൻ ഉണ്ട്, MIS ഉണ്ട്, അതേപോലെ അബാക്കസ് ഉണ്ട്. അബാക്കസ് എന്ന് പറഞ്ഞാൽ കേരള വാട്ടർ അതോറിറ്റിയുടെ ഒരു മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റമാണ്. വാട്ടർ അതോറിറ്റിയുടെ ബില്ലിങ് അതേപോലെ അവരുടെ സർവീസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു സോഫ്റ്റ്വെയർ ആണ് അബാക്കസ് സോഫ്റ്റ്വെയർ. അപ്പൊ അതിനോട് ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ വിശദീകരിക്കുന്നില്ല, നമ്മുടെ സമയം വീഡിയോ ലോങ് ആയി പോകുമെന്ന് വിചാരിച്ചിട്ട് തൽക്കാലം അത് പറയുന്നില്ല. നമുക്ക് മറ്റുള്ള ക്ലാസ്സുകളിൽ സമയം പോലെ നമുക്ക് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം നടക്കുന്നത്, അതുപോലെ ഒരുപാട് MISന്റെ എക്സാമ്പിളുള്ള ഒരുപാട് വെബ്സൈറ്റുകളാണ് കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന, നമുക്ക് സേവനങ്ങൾ തരാൻ വേണ്ടി സർക്കാർ സംവിധാനങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരുപാട് സോഫ്റ്റ്വെയറുകളുണ്ട്. എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യണം. പിന്നെ DSSന്റെ കേസിൽ സഗർമ സോഫ്റ്റ്വെയർ ആണ് ഒരു ഇതായിട്ട് വരുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാകും വിചാരിക്കുന്നു. അപ്പൊ ആ രീതിയിലാണ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റവും മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റവും വർക്ക് ചെയ്യുന്നത്. ഇനി ആ ഭാഗത്ത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ചോദ്യം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം, എങ്ങനെയാണ് അതിന്റെ ആൻസർ. അപ്പൊ ഇവിടെ എന്താണ് ചോദിച്ചിട്ടുള്ളത്, വരാൻ പോകുന്ന മൺസൂൺ കാലത്ത് what would be the impact on rice production in the state if the average rainfall during the southwest monsoon reduced by 20% this year. 20% സൗത്ത് വെസ്റ്റ് മൺസൂണിൽ കുറവ് വന്നു കഴിഞ്ഞാൽ അത് അരി ഉൽപാദനത്തെ അല്ലെങ്കിൽ നെല്ല് ഉൽപാദനത്തെ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് ഇവിടെ കണ്ടെത്തേണ്ടത്. ഇവിടെ നമുക്ക് ഇപ്പൊ ഇതുവരെ വിശദീകരിച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ എന്തല്ല, അതൊരു സ്ട്രക്ചേർഡ് ഡാറ്റയാണ്.
അല്ല, കൃത്യമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഇവിടെ അവൈലബിൾ ആണോ? അല്ല. 20% മഴ കുറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ബാധിക്കും എന്നുള്ളത് അവിടെ നടത്തേണ്ടത് എന്താണ്? ഒരു പ്രഡിക്ഷൻ ആണ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കഴിഞ്ഞ കാലങ്ങളിൽ 10% മഴ കുറഞ്ഞപ്പോൾ ഇത്ര അരി ഉൽപാദനത്തിൽ ഇത്ര കുറവ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ ഇത് ഇത്ര കുറവ് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ഈ ഇത് കുറവാണെങ്കിൽ കൂടി അന്നത്തെ സാഹചര്യമല്ല ഇപ്പൊ എന്തുണ്ട്? ഇപ്പൊ ഒരു കനാൽ സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ജലസേചന സൗകര്യങ്ങളൊക്കെ കുറച്ചുകൂടി മെച്ചപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അന്നത്തെ പോലെ തന്നെ മഴയുടെ കുറവ് ഇപ്പൊ ബാധിക്കാൻ സാധ്യതയില്ല എന്ന് തുടങ്ങിയ ഒരുപാട് പ്രഡിക്ഷൻസ് ഒക്കെ നടത്തിയിട്ടായിരിക്കും ഈ ഒരു വിഷയത്തിൽ തീരുമാനമെടുക്കുക. അപ്പൊ അവിടെ പ്രഡിക്ഷന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നിസ്സംശയം പറയാം ഇവിടെ ഉപയോഗിക്കുന്ന സിസ്റ്റം ഏതാണ്? ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം ആണ് അല്ലെ. ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം ആണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ ശരി ഉത്തരം. ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം ആണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ സിമ്പിൾ അല്ലേ? നമ്മളിത് പറയുമ്പോൾ വലിയ കൺഫ്യൂഷൻ ആണെന്ന് വിചാരിക്കും. വളരെ സിമ്പിൾ ആണ്. അതായത് ഇവിടെ നിങ്ങൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. ഇവിടെ നമുക്കൊരു തീരുമാനമെടുക്കാൻ കൃത്യമായിട്ടുള്ള ഡാറ്റ അവൈലബിൾ ആണോ അല്ലേ എന്ന് നോക്കിയാൽ മതി. കൃത്യമായിട്ടുള്ള ഡാറ്റ അവൈലബിൾ ആണെങ്കിൽ പിന്നെ അവിടെ എന്തിലേക്ക് പോകേണ്ട? ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അവിടെ എന്ത് മതി? മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം മതി. അപ്പോൾ ഇൻഫർമേഷൻ ബേസ് ചെയ്ത് എന്ന് കണ്ടിട്ട് നിങ്ങൾ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് എഴുതരുത്. അതേപോലെ ഡിസിഷൻ മേക്കിംഗ് എന്ന് കണ്ട് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എന്ന് എഴുതരുത്. രണ്ടിലും ഇൻഫർമേഷൻ ഉണ്ട്, രണ്ടിലും ഡിസിഷൻ മേക്കിംഗ് ഉണ്ട്. പക്ഷെ ഈ കാര്യം മാത്രമാണ് നിങ്ങൾ നോക്കേണ്ടത്. കൃത്യമായിട്ടുള്ള ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം യൂസ് ചെയ്യാം. അതല്ല, പ്രഡിക്ഷൻ ആണെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം യൂസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ഗവേണൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക് അത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടോപ്പിക് ഒന്നും അല്ല. ഇത് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അത് പഠിക്കുന്ന രീതിയിൽ, പ്രത്യേകിച്ച് ഈ രീതിയിൽ എക്സാമ്പിളൊക്കെ വെച്ചുകൊണ്ട് പഠിക്കുകയാണെങ്കിൽ ഈ ടോപ്പിക് ഒക്കെ സിമ്പിൾ ആയിട്ട് പഠിച്ചിട്ട് ആ ഭാഗത്തു നിന്നുള്ള മാർക്ക് പൂർണ്ണമായിട്ടും സ്കോർ ചെയ്യാൻ വളരെ എളുപ്പമാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ജോലി സിമ്പിളായിട്ട് നേടിയെടുക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. നല്ലൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.